V is equal to half kx square or simply some V is equal to x square ഫോമിലുള്ളത് നമ്മൾ വരച്ചു. അതൊരു പരാബോള ആയിരുന്നു. ഈ പരാബോളയുടേത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണ്. സോ ക്ലോസ്ഡ് ഫേസ് സ്പേസ് ട്രജക്ടറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഒരു ഗിവൺ ഫംഗ്ഷൻ, അതായത് ഈ ഇങ്ങനെ ഒരു ഏതെങ്കിലും എനി കൈൻഡ് ഓഫ് ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഫേസ് സ്പേസ് ട്രജക്ടറി അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യലിൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി, ആ പൊട്ടൻഷ്യൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കളുടെ ഫേസ് സ്പേസ് ട്രജക്ടറി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാഫ് കെ എക്സ് സ്ക്വയർ. ആദ്യം നമുക്ക് സം v is equal to minus half k x square or some half x square something. അപ്പം ഇതിൻ്റെ പ്രത്യേകത, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ v എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ദ ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി E. ദാറ്റ് മീൻസ് p x square by 2m minus the potential energy is minus half kx square is equal to E. ഇത് ഒരു ഈസി ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ആക്ച്വലി ഇതൊരു ഇപ്പം നോക്കിയാൽ മനസ്സിലാവും, ഇത് സം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ ഇതിന് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലേക്ക് മാറ്റിയാൽ ഇതൊരു ഫാമിലി ഓഫ് ഹൈപ്പർബോളാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ അങ്ങനെ പോവാതെ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ വി ഓഫ് എക്സിനെ പ്ലോട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കിതിൻ്റെ ഫേസ് പോർട്രേറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ വി ഓഫ് എക്സിനെ നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സം വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ചത്. അപ്പോൾ അതിനൊരു മൈനസ് സൈൻ വന്നു എന്ന് പറഞ്ഞാൽ മൈനസ് കെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് നേരെ ഇൻവേർട്ടഡ് ആയിരിക്കും. സോ നമ്മുടെ ഗിവൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഗിവൺ പൊട്ടൻഷ്യൽ വിൽ ബി ദിസ് ഈസ് എക്സ് and this is v of x will be something like this. Okay, അപ്പോൾ ഈ വി ഓഫ് എക്സിൻ്റെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് പോർട്രേറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്കിതിൻ്റെ എനർജി വാല്യൂസ് പലതാവാം. അപ്പോൾ ഓരോ എനർജി വാല്യൂ അനുസരിച്ചും ഇതിന് ഓരോ രീതിയിലുള്ള പോർട്രേറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഓരോ സൈസിലുള്ള എലിപ്സ് പോലെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മളിവിടെ 3 കേസസ് ആണ് ആക്ച്വലി എടുക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 0, അതായത് ഇത് എനർജിയാണ് ഈ ആക്സിസിൽ എന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 0 വരുന്ന ഒരെണ്ണം, ഗ്രേറ്റർ ദാൻ 0 വരുന്ന ഒരെണ്ണം, എനർജി ഈസ് ഈക്വൽ 0. അപ്പം നമ്മൾ 3 കേസസ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1 ഈസ് ഫോർ E greater than 0 for a positive energy, and E less than 0 that is for a negative energy, and E equal to 0. ഈ 3 കേസസിൻ്റെ കറസ്പോണ്ടിങ് ഫേസ് പോർട്രേറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ഈ ലെസ് ദാൻ 0ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന, അപ്പോൾ നമ്മളൊരു ഒരു പർട്ടിക്കുലർ എനർജി വാല്യൂ എടുക്കുകയാണ്. ലെറ്റ് ദാറ്റ് എനർജി ബി ഇ. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഇതാണ് ആ ടോട്ടൽ എനർജി എന്ന് വിചാരിക്കാം. ലെറ്റ് ദിസ് ബി ഇ വിച്ച് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഇങ്ങനെ ഒരു എനർജി എടുത്തു, ഒരു ലെസ് ദാൻ 0 എനർജി. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ -a to +a റീജിയൺ എന്ന് പറയുന്നത്, അപ്പോൾ പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ മൂവ് ചെയ്താൽ -a to +a റീജിയൺ എന്ന് പറയുന്നത് ഇൻആക്സസിബിൾ ആണ്. എന്താണ് റീസൺ നോക്കാം. ഇവിടെ നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടോട്ടൽ എനർജിയേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റ് നോക്കാം. ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ കൈനറ്റിക് എനർജിയേക്കാൾ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജിയേക്കാൾ മുകളിലാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് താഴേക്ക് എത്താൻ, അതായത് ടോട്ടൽ എനർജിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇത്രയും പാർട്ട് ഇതിൽ നിന്ന് കുറച്ചേ മതിയാവുള്ളൂ. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഈ കൈനറ്റിക് എനർജി ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ടോട്ടൽ എനർജി ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും റീജിയണിൽ കൈനറ്റിക് എനർജി ഹാസ് ടു ബി നെഗറ്റീവ്. പക്ഷേ കൈനറ്റിക് എനർജിക്കകത്ത് നമുക്ക് എപ്പോഴും അറിയാം ഒരു പി എക്സ് സ്ക്വയർ ടേം ഉള്ളതുകൊണ്ട്, ഒരു സ്ക്വയർ ടേം ഉള്ളതുകൊണ്ട് അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പം കൈനറ്റിക് എനർജിക്ക് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഈ
ഇത്രയും റീജിയൻ -a to +a റീജിയൺ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന് ഇൻആക്സസിബിൾ ആയി. അപ്പം നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫേസ് ട്രജക്ടറി വരയ്ക്കാൻ ശ്രമിച്ചാൽ, സോ ബി ലൈക്ക് ദിസ് ഈസ് px ആൻഡ് ദിസ് ഈസ് x, ആൻഡ് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ്ങിൽ തന്നെ വേണമെങ്കിൽ ഈ പോയിന്റ്സ് എടുക്കാം. ദിസ് ഈസ് 1 -a ആൻഡ് ദിസ് ഈസ് +a. സോ ഈ -a ആൻഡ് +a, അപ്പോൾ ഇനി -a പോയിന്റ് നോക്കാം. ഇത് ഇൻആക്സസിബിൾ ആണെന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിൽ കൂടി പറയാം. അതായത് ഒരു പാർട്ടിക്കിളിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് പ്ലസ് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഈ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയിലാണ് ഇത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. ആ കൈനറ്റിക് എനർജി കാരണമാണ് ഈ ഹില്ല് കയറി ഇതിനിവിടെ വരാൻ പറ്റുക. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്തായി, ഇതിൻ്റെ കംപ്ലീറ്റ് എനർജിയും കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. അപ്പോൾ ഇനി ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനുള്ള എനർജി മൊത്തവും എന്താണ്, പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്. ഇതിന് പിന്നെ കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ കൈനറ്റിക് എനർജി ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റീജിയൻ ഇൻആക്സസിബിൾ ആയിരിക്കും. എസ്പെഷ്യലി ക്ലാസിക്കലി ഈ റീജിയൻ ഇൻആക്സസിബിൾ ആയിരിക്കും. ക്വാണ്ടം മെക്കാനിക്കലി ഇതിൻ്റെ കേസ് വേറെയാണ്. നമ്മൾ ക്ലാസിക്കൽ ഫേസ് ട്രജക്ടറീസ് ആണ് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും റീജിയൻ, അതായത് ഈ ഒരു പർട്ടിക്കുലർ എനർജിക്ക് വേണ്ടി ഞാനിത് ഫേസ് വരച്ചു കഴിഞ്ഞാൽ ഈ -a to +a എന്ന് പറയുന്ന റീജിയണിൽ ഒരു ലൈൻസ് പോലും ഉണ്ടാവില്ല. കാരണം ആ റീജിയൻ ഇൻആക്സസിബിൾ ആണ്. ഇനി ഈ റീജിയണിൽ ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ ഈ വാല്യൂവിൽ എനർജിയുള്ള ഒരു പാർട്ടിക്കിൾ സപ്പോസ് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. നൗ ഇറ്റ്സ് ടോട്ടൽ എനർജി ഈ സം E1 എന്ന് വിചാരിക്കും. ഒരു E1 എനർജിയുള്ള ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ X ആക്സിസിൽ ഇതേ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ അതിനെ ഇവിടെ വെച്ചിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഹയർ പൊട്ടൻഷ്യൽ ഇരിക്കുകയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റും, ഈ ഹില്ലിലൂടെ റോൾ ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, കാരണം ഇതൊരു ഹയർ പൊട്ടൻഷ്യൽ ഇരിക്കുകയാണ്. അപ്പം ഈ ഹില്ല് താഴേക്കാണ്. അപ്പോൾ ഈ ഹില്ലിൽ റോൾ ഡൗൺ ചെയ്ത് താഴേക്ക് ഇതിന് വരാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി എന്താവാൻ പോവുകയാണ്, കൈനറ്റിക് എനർജി ആയിക്കൊണ്ട് ഇത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ്സ് മൊമെൻറ്റം ഈസ് ഇൻക്രീസിങ്. ഇനി ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇത് ഇവിടെ നിന്ന് ഈ ഹില്ലിൽ താഴേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നീട് ഇവിടെ വരും. അതായത് ഇതിൻ്റെ പൊസിഷൻ നോക്കുമ്പം ആദ്യം ഇവിടെ, പിന്നീട് ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങോട്ടാണ്. അതായത് ഇതിൻ്റെ മൂവ്മെൻറ്റ് നെഗറ്റീവ് X ആക്സിസിലാണ്. അപ്പം നെഗറ്റീവ് X ആക്സിസിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം എന്താണ്, -X ആക്സിസിലേക്കാണ് പോവുക. ആൻഡ് മാത്രമല്ല കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മൊമെൻറ്റം ഈസ് ഇൻക്രീസിങ്. ഇനി അത് ഏത് ഡയറക്ഷനിലാണെന്നാണ് അറിയേണ്ടത്. ആ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ ദ നെഗറ്റീവ് X ഡയറക്ഷൻ. അപ്പോൾ P(x)ൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് P(x) എന്ന് പറയുന്നത് നെഗറ്റീവ് X ആക്സിസിലാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് മൈനസ് ആണ്. അതായത് ഇതിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇതിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും ഇൻ ദ നെഗറ്റീവ് X ഡയറക്ഷൻ. ആൻഡ് പൊസിഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, നെഗറ്റീവ് X ഡയറക്ഷനിലാണ്. സോ ഇതിൻ്റെ ഡയറക്ഷൻ ആരോ ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് വേറൊരു പാർട്ടിക്കിളിനെ മനസ്സിൽ വിചാരിക്കാം. അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ താഴെ നിന്ന്, അതായത് ഒരു -ഇൻഫിനിറ്റിയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പൊസിഷൻ ആക്സിസിൽ -ഇൻഫിനിറ്റിയിലേക്ക് വരുന്നത് സം മൈനസ് വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതെങ്ങോട്ട് ചെല്ലുന്നു, ഈ ഹില്ല് ക്രോൾ ചെയ്ത് മുകളിലേക്ക് വരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഇവിടെ നിന്ന് സപ്പോസ് ഈ പൊസിഷനിൽ നിന്ന് ഈ ഹില്ല് ഇങ്ങോട്ടുണ്ട്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും E1 ആണ്. അപ്പം ഈ പൊട്ടൻഷ്യൽ എനർജി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഒരു വെരി ഹൈ കൈനറ്റിക് എനർജിയിൽ ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഇതാണ്, സെക്കൻഡ് പൊസിഷൻ ഇതാണ്, തേർഡ് പൊസിഷൻ ഇവിടെയാണ്. അങ്ങനെ പൊസിഷൻസ് മാറി വരുന്നത് പോസിറ്റീവ് X ആക്സിസിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ
മൊമെൻറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. സോ ഇതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്ഷനെ കുറിച്ച് ധാരണ കിട്ടി. ഇനി ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെരി ഹൈ കൈനറ്റിക് എനർജിയിലാണ്, എങ്കിൽ മാത്രമേ ഈ ഹില്ല് ക്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്രോൾ ചെയ്ത് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ആ പൊട്ടൻഷ്യൽ എനർജി, ആ കൈനറ്റിക് എനർജി എല്ലാം പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അങ്ങനെ മുകളിലേക്ക് ഇവിടെ വന്ന് എത്തുന്ന സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആവും, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി സീറോ. അതായത് ഈ ഡയറക്ഷനിൽ, ഈ മൂവ്മെൻറ്റിൽ സംഭവിക്കുന്നത് അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ പി എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് പി എക്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് പി എക്സ് എന്ന് പറയുന്നത് ഈസ് ഇൻ ദ, അതെങ്ങനെയാണ് പറഞ്ഞത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ പോകുന്നതനുസരിച്ച് എക്സ് ആക്സിസിൽ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് പ്ലസ് എക്സ്. അപ്പോൾ പ്ലസ് എക്സിൽ വരണം, അതായത് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. ആൻഡ് ഇതിൻ്റെ മൊമെൻറ്റം ഒരു ഹൈ പോസിറ്റീവ് വാല്യൂവിൽ നിന്ന് കുറഞ്ഞ് സീറോയിലേക്ക് വരണം. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് നമുക്കിത് ആ പോർട്രേറ്റ് വരച്ചു കഴിഞ്ഞാൽ അവിടെ, സോ അവിടെ നിന്ന് ഈ പോർട്രേറ്റ് വരച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് സംതിങ്, ഒരു ഹൈ പോസിറ്റീവ് മൊമെൻറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ മൊമെൻറ്റം കുറഞ്ഞ് സീറോ ആവും. സോ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പം ഇതെനിക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇതിലേത് വരയ്ക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ നമുക്ക് എക്സാക്ട്ലി വരയ്ക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇതൊരു ഹൈപ്പർബോളിക് നേച്ചർ ഉള്ളത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇത് സം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, ഒരു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലാണ്. അതുകൊണ്ടാണ് ഇതൊരു ഹൈപ്പർബോള, ഫാമിലി ഓഫ് ഹൈപ്പർബോളയിൽ വരയ്ക്കാൻ പറ്റുന്നത്. പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്കൊരു ഫേസ് ട്രജക്ടറിയെ കുറിച്ചൊരു ധാരണ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. എക്സാക്ട്ലി ഡ്രോ ചെയ്തെടുക്കാൻ ഈ മെത്തഡിൽ പറ്റില്ല. എനിവേ നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഒരു സൈഡായി. അപ്പോൾ ഇത് മാത്രമല്ല, അതേപോലെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഹില്ലിൽ ഇവിടെ പറ്റില്ല, -a വരെ വരാം. അതേപോലെ ഇവിടെ നിന്നൊരാൾക്ക് ഇവിടെ വരെ വരാനുള്ള റീജിയൻ ഉണ്ട്. അപ്പോൾ ഈ റീജിയണിലെ, അല്ലെങ്കിൽ -a, ഇൻഫിനിറ്റി ടു -a വരെയുള്ള ഈ പർട്ടിക്കുലർ എനർജിക്കുള്ളത് ഞാൻ വരച്ചു. ഇനി ഇവിടുത്തേത് എങ്ങനെ വരും? ഇതേ എനർജിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ഇമാജിൻ ചെയ്യുക? സപ്പോസ് ഇവിടെ ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന്, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി E1 ആണ്, അത് മൊത്തം പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഇത് ഇവിടെ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോവും. മീൻസ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം എനർജി എന്താവുകയാണ്? കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസിങ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് മൊമെൻറ്റം, മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം ഈസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ് +a, ഇവിടെ ഇരിക്കുകയാണ്, അതിൻ്റെ മൊമെൻറ്റം 0. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പം ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പി എക്സ് ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസിങ് മീൻസ് ഇങ്ങോട്ടാവാം. അതെങ്ങോട്ട് വരണം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇതിൻ്റെ പൊസിഷനിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്ന് നോക്കാം. ഫസ്റ്റ് ഇതിരിക്കുന്നത് +a-യിലാണ്. ദെൻ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്, അടുത്ത പൊസിഷൻ ഇവിടെയാണ്. ദാറ്റ് മീൻസ് പാർട്ടിക്കിൾ എക്സാക്ട്ലി മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ എങ്ങോട്ടാണ്? പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി എക്സിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആണെന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. സോ ഐ ക്യാൻ ഡ്രോ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആരോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഇതാണ് സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ നേരെ തിരിച്ച് നമുക്ക് ആലോചിക്കാം. ഇനി ഇവിടെ നിന്ന് ഒരാളെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു വിത്ത് ഹൈ കൈനറ്റിക് എനർജി എന്ന് വിചാരിക്കുക. ഹൈ കൈനറ്റിക് എനർജിയിൽ ഇതിനെ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് ഈ ക്രോള് ഇത് ഈ ഹില്ലിൻ്റെ ഈ പോയിന്റ് വരെ വരും. ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ എനർജിയായി, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി 0 ആയി. അപ്പോൾ ഹൈ കൈനറ്റിക് എനർജിയിൽ നിന്ന് 0യിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരികയാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. ഇനി ഏത് ഡയറക്ഷനാണ്? ഇൻ എഫക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ക്രോൾ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. സോ യു ഗെറ്റ് എ ലൈൻ സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് ഈ <0യ്ക്കുള്ള ഒരെണ്ണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ <0യിൽ വേറൊരു ലൈൻ കൂടി വരയ്ക്കാം. സപ്പോസ് വി ഹാവ് അനദർ പാർട്ട് സംതിങ് ലൈക്ക് ദിസ്, സം E2. ഇതിന് ഡ്രോ ചെയ്യണമെന്നുള്ള എന്താണ്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ലൈൻസ് ഇവിടെ വരും. വി ക്യാൻ ഡ്രോ അനദർ സെറ്റ് ഓഫ് ലൈൻസ്
something like this, sorry. സോ ഇത്രയാണ്. അപ്പം ഇങ്ങനെ ഓരോ എനർജിക്കും നമുക്ക് ഇങ്ങനെ വരച്ചു. അതാണ് ഈ ലെസ് ദാൻ സീറോയുടെ കേസ്, അല്ലെങ്കിൽ ഓക്കെ, ഈ ലെസ് ദാൻ സീറോയുടെ കേസ് അതാണ്. ഇനി നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് ഇതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലെസ് ദാൻ സീറോയുടെ കേസാണ്. നമുക്ക് ഇങ്ങനെ കിട്ടി, അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് മാറ്റി വരച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ സീറോ ഫോർ സം പോസിറ്റീവ് വാല്യൂ ഓഫ് എനർജി ഇതെങ്ങനെ വരും നോക്കാം. അപ്പം പോസിറ്റീവ് വാല്യൂ ഓഫ് എനർജി, ഒരു പർട്ടിക്കുലർ എനർജി എടുക്കുന്നു, ലെറ്റ് ഇറ്റ് ബി ദിസ്, ആൻഡ് സം E1 where E1 is greater than 0. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫേസ് ട്രജക്ടറി എങ്ങനെ വരുമെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന വാല്യൂ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി ആവണം എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കൂടെ സം വാല്യൂ ആഡ് ചെയ്തേ മതിയാവും, സം പോസിറ്റീവ് വാല്യൂ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഈ റീജിയണിലും ഇവിടെ എവിടെ നോക്കിയാലും പോസിറ്റീവ് ആയിരിക്കും ടോട്ടൽ എനർജി ഇത്ര ഉണ്ടെങ്കിൽ. അപ്പോൾ കൈനറ്റിക് എനർജി ഈ റീജിയനിൽ എല്ലായിടത്തും പോസിറ്റീവ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ, ദാറ്റ് മീൻസ് ഇവിടെ -∞ ടു +∞ കംപ്ലീറ്റ് റീജിയണും ഈ പർട്ടിക്കുലർ പാർട്ടിക്കിളിന് ആക്സസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് ഇവിടെ നിങ്ങൾ ഫേസ് പോർട്രേറ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റീജിയൻ, അല്ലെങ്കിൽ നേരത്തെ വരച്ച പോലെ -A to +A റീജിയൻ അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ അത്രയും റീജിയൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാക്ട്ലി എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ, അതായത് ഈ ആക്സിസ് കംപ്ലീറ്റ്ലി ഈ പാർട്ടിക്കിളിന് ആക്സസിബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെ നിന്നൊരു പാർട്ടിക്കിൾ മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുകളിലേക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിൻ്റെ കേസിലാണ്. ആക്ച്വലി ഇതിൻ്റെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി നടക്കുന്നത് ഹൊറിസോണ്ടലി തന്നെയാണ്. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ക്രോളിംഗ് അപ്പ് ദ ഹിൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് 1 ഡയമെൻഷണൽ മോഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ നിന്ന് ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇറ്റ് ഹാസ് എ വെരി ഹൈ കൈനറ്റിക് എനർജി ആൻഡ് എ ലോവർ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ വെരി ഹൈ കൈനറ്റിക് എനർജിയിൽ ഇത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്ന് ഇവിടെ എത്തുന്ന സമയത്ത്, ഓക്കെ, ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറി, 0 ആയി. പക്ഷേ കൈനറ്റിക് എനർജി ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. കാരണം ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ എനർജി ഇപ്പോഴും E1 ഉണ്ട്. ഇത്രയും പൊട്ടൻഷ്യൽ എനർജിയും ബാക്കി ഇത്രയും പോർഷൻ കൈനറ്റിക് എനർജി ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ വരുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിന് ഒരിക്കലും ഈ ഹില്ല് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഈവൻ ഈ പോയിന്റിലും ഇതിനൊരു അഡീഷണൽ കൈനറ്റിക് എനർജി ഉള്ളതുകൊണ്ട് ഇതിന് ഈ പോയിന്റ് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങാൻ പറ്റും. അതായത് ഇതിൻ്റെ എൻറ്റയർ മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങോട്ട് പോകുന്ന ഡയറക്ഷൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ആക്ച്വലി ഫേസ് സ്പേസ് ട്രജക്ടറി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എങ്ങനെയാണ്, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഞാൻ മാഗ്നിറ്റ്യൂഡേ പറഞ്ഞുള്ളൂ, ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് വേറൊരു രീതിയിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മൊമെൻറ്റം വിൽ ഓൾസോ. അപ്പോൾ കൈനറ്റിക് എനർജിയെ നോക്കിയിട്ടാണ് നമ്മൾ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമോ കുറയുമോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ, ഒപ്പം ഡയറക്ഷൻ കൂടി അറിയണം. അപ്പോൾ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നോക്കാം. അതായത് ഇത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ഒരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യുന്നു. അങ്ങനെ റീച്ച് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിൽ അത് എവിടെ നിന്ന് എങ്ങോട്ട് പോയി, അപ്പോൾ ഇനിഷ്യൽ ടു ഫൈനൽ, അതായത് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കാണുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ് എന്ന് വെച്ചാൽ ദ മൊമെൻറ്റം ഈസ് പോസിറ്റീവ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇത് എങ്ങോട്ടാണ്, താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് താഴേക്ക് പോകാമെന്ന് വെച്ചാൽ ആക്ച്വലി ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഈ പൊസിഷൻ ദെൻ ഈ പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഭാഗത്ത് എന്താണ്, ഇതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പം മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആക്സിസിൽ എങ്ങനെയാണെന്ന് നോക്കുക. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നോക്കിയാൽ മതി. അതേപോലെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സെർട്ടൺ ടോട്ടൽ എനർജിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ടോട്ടൽ എനർജിയിൽ മോസ്റ്റ് ഓഫ് ദ എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയാണ്. അത്രയും കൈനറ്റിക് എനർജിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നതനുസരിച്ച്, അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ കൂടി വരിക എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. ബട്ട് ഇവിടെ എത്തുന്ന സമയത്ത് അത് 0 ആവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇത്രയും കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ എനിവേ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കൈനറ്റിക് എനർജി ഇത്രയും മൂവ്മെൻറ്റിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ വരെ വരുമ്പോൾ 0 എത്തില്ല, പക്ഷേ ഒരു മിനിമത്തിലേക്ക് എത്തും. അപ്പോൾ ഇവിടം വരെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു. അപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു എന്ന് വെച്ചാൽ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവണം, കുറഞ്ഞിട്ടുണ്ടാവണം.
ഈ പോയിന്റിലെത്തുമ്പോൾ അതൊരു മിനിമം വാല്യൂയിലേക്ക് എത്തും. ഓക്കെ, ഇനി ഡയറക്ഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പോർഷൻ്റെ ഇവിടുന്ന് ഈ മൂവ്മെൻറ്റിൻ്റെ മാത്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഓക്കെ, ഈ മൂവ്മെൻറ്റ് മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നോക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, ദെൻ ഇവിടെ, ദെൻ ഇവിടെ. അപ്പം നോക്കുക, ഇതാണ് ഇനിഷ്യൽ, ഇതാണ് ഫൈനൽ എന്ന് വെച്ചാൽ ഈ ഡയറക്ഷൻ ദാറ്റ് ഈസ് അലോങ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസിൽ അതെന്ത് ചെയ്യണം, മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഒരു ലാർജ് പോസിറ്റീവ് കൈനറ്റിക് എനർജി ഒരു വലിയ വാല്യൂയിലാണ് തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് ഒരു ലാർജ് പോസിറ്റീവ് വാല്യൂയിൽ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അത് ഡിക്രീസ് ചെയ്ത് എവിടെ വരണം, സീറോയിലേക്ക് എത്തണം. നോട്ട് സീറോ, ഒരു മിനിമത്തിലേക്ക് എത്തണം. കാരണം ഇവിടെ വരുമ്പോൾ സീറോ ആവുന്നില്ല. സോ ഇവിടെ എത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി മിനിമം, ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് വിത്ത് ദ മൊമെൻറ്റം വിൽ ഓൾസോ ബിക്കം മിനിമം. ഓക്കെ, സോ ഇത് നമ്മൾ വരച്ചാൽ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒന്നായിരിക്കും. ഓക്കെ, വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇനി അടുത്ത പോർഷൻ കൂടി നമുക്ക് വരച്ച് നോക്കാം. അടുത്ത പോർഷൻ വരയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എല്ലാം മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. പക്ഷേ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം മൊമെൻറ്റം എപ്പോഴും എല്ലാം ദ പോസിറ്റീവ് റൈറ്റിലേക്ക് തന്നെയാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്ജക്റ്റ് മൂവിങ് ഡയറക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ട് ഈ ഹില്ലിനെ ഓവർകം ചെയ്തതിന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റും. അപ്പം ഹില്ല് ഓവർകം ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇത്ര ഉണ്ടായിരുന്നു. ഇനി താഴേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി കൂടും. അപ്പം ഈ പോർഷനിൽ എന്താ സംഭവിക്കുക, കൈനറ്റിക് എനർജി ഇത് താഴേക്ക് ഇറങ്ങി വരുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. ദാറ്റ് മീൻസ് അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതും കൂടും. ഇപ്പോൾ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്നത് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണോ ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണോ, അതാണ് നമ്മുടെ ചോദ്യം. അപ്പം അത് ഇൻക്രീസ് ചെയ്യുന്നത് നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെയാണ്, പിന്നെ ഇവിടെയാണ്. ദാറ്റ് മീൻസ് ഇത് റൈറ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. മൊമെൻറ്റത്തിൻ്റെ വാല്യൂ പോസിറ്റീവ്. സോ ഇറ്റ് ഹാസ് ടു ഇൻക്രീസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെറ്റ് കിട്ടി. ഈ പോയിന്റിൽ മിനിമം ആയിരിക്കും. ഇനി ഇതേപോലെ നേരെ തിരിച്ച് മൂവ് ചെയ്യുന്നു വിചാരിക്കുക. തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കൈനറ്റിക് എനർജി ഒരു ലാർജ് വാല്യൂയിൽ നിന്ന് തുടങ്ങുന്നു, മിനിമം ആവുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നെഗറ്റീവ് ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു അനദർ എനർജിക്ക് വരച്ചാൽ ഇതിങ്ങനെ കിട്ടും, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം നമുക്ക് അതും കൂടെ എടുത്ത് നമ്മുടെ ഫേസ് ഡയഗ്രത്തിലേക്ക് വരയ്ക്കാം. സോ വി ഗെറ്റ് സോ ഈ പോയിന്റിൽ മിനിമം ആയിരിക്കണം. ഓക്കെ, ദിസ് ആൻഡ് ദിസ് പോയിന്റ് ദിസ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി വരയ്ക്കാനുണ്ട്. ദാറ്റ് ഈസ് ഫോർ E = 0. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ E <0 വരച്ചു, ആൻഡ് ദിസ് ഈസ് E <0 ആൻഡ് ദിസ് ഈസ് E <0. അതിൻ്റെ ഇനി നമുക്കൊരു പർട്ടിക്കുലർ കേസ് ഇവിടെ വരയ്ക്കാനുണ്ട്. ഫോർ E = 0, അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ ആക്സിസ് E = 0ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഫേസ് ഡയഗ്രാം കൂടി നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കുറച്ചുകൂടി ഈസിയാണ് വരയ്ക്കാൻ. നമുക്കിങ്ങനെ ആലോചിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ എനർജി 0 ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് px² / 2m - ½ ഇത് മൈനസ് ആയത് എവിടെ നിന്നാണ്, നമ്മുടെ V of x ൻ്റെ ഫോം എന്ന് പറയുന്നത് -12kx² ആയിരുന്നു, which is equal to 0. Now which is equal to E for this particular case, which is equal to 0. That means px² / 2m is equal to ½ kx². നമ്മൾ തൽക്കാലം കോൺസ്റ്റൻസ് ഒന്നും നോക്കുന്നില്ല. ഓർ സിംപ്ലി px² is proportional to x², or px is proportional to plus or minus x, or simply px is equal to some plus or minus mx. ഓക്കെ, എന്ന് വെച്ചാൽ pxy is proportional to x എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ വി ഗെറ്റ് 2 സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, mx ആണ്. ദാറ്റ് മീൻസ് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒന്ന് പോസിറ്റീവ് m സ്ലോപ്പിലും ഒന്ന് നെഗറ്റീവ് m സ്ലോപ്പിലും ആയിട്ടുള്ള 2 സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് ആക്ച്വലി 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. പക്ഷേ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേസ് ഡയഗ്രത്തിൽ അത് രണ്ടും എക്സാക്ട്ലി രണ്ട് ലൈൻസ് അല്ല, അത് 4 ഡയഗ്രാംസ് ആയിട്ട് മാറും. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ 2 എണ്ണം കിട്ടി. ഒന്ന് പോസിറ്റീവ് സ്ലോപ്പിൽ സം +mx. ഓക്കെ, ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്നു. Then another one, this. So this is for the +mx and this is for the -mx. Totally this is for E is equal to 0. ഇതിൻ്റെ ഡയറക്ഷൻ ഇതല്ല, ഡയറക്ഷൻ നമുക്ക് ഇടാം
ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ലൈൻസ് കിട്ടി. അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് E = 0 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയിലും ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് റീച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇതിൻ്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ വളരെ സ്ലോലി ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇത് സ്ലോലി വന്ന് ഇൻഫിനിറ്റസിമലി സ്ലോലി ആയിരിക്കും ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റിന് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഈ സെൻറ്റർ പോയിന്റിൽ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. അതായത് x = 0 ഞാനൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചാൽ വിത്ത് എനർജി 0, അത് എക്സാക്ട്ലി ആ പോയിന്റിൽ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം നോക്കിയാലും അതിൻ്റെ പൊസിഷൻ ഇവിടെ തന്നെ ആയിരിക്കും, അതിൻ്റെ മൊമെൻറ്റം 0 ആയിരിക്കും. പൊസിഷൻ 0 ആയിട്ടും മൊമെൻറ്റം 0 ആയിട്ടും, അതായത് സംതിങ് ലൈക്ക് ദിസ്. എക്സാക്ട്ലി ഈ പോയിന്റിൽ ഞാനിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പം ഈ പോയിന്റ് ഇറ്റ്സെൽഫ് ഒരു ഫേസ് ട്രജക്ടറിയാണ്. ഒരു പോയിൻ്റാണ്, ബട്ട് ഇറ്റ് ഈസ് എ ഫേസ് ട്രജക്ടറി. സോ നമ്മൾ അതിനെ ഒന്ന് പ്രത്യേകം മാർക്ക് ചെയ്യും, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സെൻറ്റർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻസ് ഒന്നുകിൽ ഇത് അനലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ സിംപ്ലി ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇതാണ് നമ്മുടെ ടോട്ടൽ ഓവറോൾ പോർട്രേറ്റ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതും കൂടെ എടുത്ത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞത്. സോ ഫോർ കണ്ടിന്യൂറ്റി നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. ഈ കണ്ടിന്യൂറ്റി നോക്കിയിട്ട് എനിക്ക് ഈ ലൈൻസിനെ കംപ്ലീറ്റ് ചെയ്യാം, കാരണം നമ്മൾ ഇത് ആൾറെഡി ഡയറക്ഷൻ നോക്കി വരച്ചതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത പോലെ ഇത് എങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ ഡയറക്ഷൻസ് നോക്കിയിട്ട് ചെയ്യാം. ഞാൻ തൽക്കാലം അത് നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കിട്ടി. അപ്പം ഇവിടെ ഈ പോയിന്റ് ഇറ്റ്സെൽഫ് ഒരു സെപ്പറേറ്റ് ഫേസ് ട്രജക്ടറി ആയതുകൊണ്ട് നമുക്കിതിനെ 4 ട്രജക്ടറീസ് ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ, ഇതൊന്ന്, അല്ലാതെ ഇത് 2 ട്രജക്ടറി അല്ല ആക്ച്വലി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് 2 ലൈനായിട്ട് കിട്ടിയാലും ഇത് ആക്ച്വലി 4 ട്രജക്ടറീസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 4 ട്രജക്ടറീസ് ആണ്. ആൻഡ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതെപ്പോഴും ചെയ്യുന്നത്, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു പർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത് ഈ >0 പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇവിടെയും ഇത് എനർജി നെഗറ്റീവ് എനർജിയും ിലുള്ളതിനെയും പോസിറ്റീവ് എനർജിയിലുള്ളതിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സെപ്പറാട്രിക്സ്. സോ ഈ ലൈൻസ് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നു, അതാണ് സെപ്പറാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ പോസിബിലിറ്റീസും, അതായത് എനർജിയുടെ എല്ലാ പോസിബിലിറ്റീസും ചേർത്ത് നമ്മൾ വരയ്ക്കുന്ന ഈ കംപ്ലീറ്റ് പിക്ചറിനെയാണ് ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഫേസ് പോർട്രേറ്റ് എന്നറിയപ്പെടുക. അപ്പം നമ്മൾ വരച്ചത് V of x is equal to half kx²ൻ്റെ ഫേസ് പോർട്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫേസ് പോർട്രേറ്റ് നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ എനർജി കൺസിഡർ ചെയ്യുക. ആ എനർജി കൺസിഡർ ചെയ്തിട്ട് ഇവിടുന്ന് പാർട്ടിക്കുലർ ഒരു കൈനറ്റിക് വിത്ത് എ സർട്ടൻ കൈനറ്റിക് എനർജി ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു അസ്യൂം ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ നോക്കിയതിന് ശേഷം മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്ന് മനസ്സിലാക്കുക. ദെൻ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടൽ ആക്സിസിൽ അത് റൈറ്റിലേക്ക് പോകുന്നോ ലെഫ്റ്റിലേക്ക് പോകുന്നോ നോക്കുക. റൈറ്റിലേക്ക് ആണെങ്കിൽ ദ മൊമെൻറ്റം ഈസ് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ ദ മൊമെൻറ്റം ഈസ് നെഗറ്റീവ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പക്ഷേ നേരത്തെ പഠിച്ച പരാബോളയുടെ അല്ലെങ്കിൽ നേരത്തെ പഠിച്ച ½ kx² എന്ന് പറയുന്ന നമ്മുടെ ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി അത് എലിപ്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഈ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എലിപ്സസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ഇതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ V of x ഇങ്ങനെ തന്നു. ഇനി ചില കേസുകളിൽ V of x ഇത്ര സിമ്പിൾ ആയിരിക്കില്ല. അതായത് V of x ഇപ്പോൾ y = x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്ത കോമ്പിനേഷൻ ആയിട്ട് ഒരു ആയിട്ടൊക്കെ വരുന്ന x² + x⁴ അല്ലെങ്കിൽ x² - x⁴ എന്നൊക്കെയുള്ള ഫോമിൽ വരുന്ന കേസുകളിൽ എങ്ങനെ നമുക്ക് ആ പൊട്ടൻഷ്യൽ പ്ലോട്ട് ചെയ്യാം, പ്ലസ് ആ പൊട്ടൻഷ്യലിൻ്റെ പ്ലോട്ടിൽ നിന്ന്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വരയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പം പൊട്ടൻഷ്യലിൻ്റെ പ്ലോട്ട് കണ്ടുപിടിക്കുക, അതിനകത്തുനിന്ന് ഫേസ് ഡയഗ്രത്തിലേക്കോ ഫേസ് പോർട്രേറ്റിലേക്കോ നമുക്ക് എത്താൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ ½ മോഡലിലുള്ളതാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ വരച്ചത്. ഒരു -½ നമ്മൾ വരച്ചു. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ½ x² + x⁴ ആണ്. അപ്പം x⁴ മാത്രമാണെങ്കിലോ ½ മാത്രമാണെങ്കിലോ ഒക്കെ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷണൽ ഒരു ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു x² + x⁴ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇവിടുത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ V of x ഫോം കിട്ടിക്കഴിഞ്ഞാൽ, V of x ഗ്രാഫിക്കൽ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട്
എങ്ങനെ ഫേസ് പോർട്രേറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പർട്ടിക്കുലർ എനർജി എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ്ങിലുള്ള കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. പക്ഷേ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വി ഓഫ് എക്സിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഇന്നിവിടെ പറയുന്നു. വി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം നോക്കാം. അപ്പോൾ വി ഓഫ് എക്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വി ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പം ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഹാഫ് എക്സ് സ്ക്വയർ ആണ്. ഞാൻ തൽക്കാലം എക്സ് സ്ക്വയർ വരയ്ക്കുന്നു. അപ്പം എക്സ് സ്ക്വയർ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4, എക്സ് സ്ക്വയർ അല്ല മൈനസ് എക്സ് സ്ക്വയർ ആണ്. എനിവേ ദിസ് ഈസ് മൈ ഹാഫ് എക്സ് സ്ക്വയർ. ഇനി എക്സ് റേസ് ടു 4 വരച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുക വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അതായത് എക്സ് റേസ് ടു 4ഉം ഇത് തമ്മിൽ അനലൈസ് ചെയ്താലുള്ള പ്രത്യേകത, അതായത് എക്സ് സ്ക്വയറും എക്സ് റേസ് ടു 4ഉം കൂടെ വേറെ കളറിൽ വരയ്ക്കാതെ സോ ഇങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു 4 എനിക്ക് വരച്ചാൽ കിട്ടുക വിൽ ബി ബേസിക് ഡിഫറൻസ് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിനേക്കാൾ കുറച്ചുകൂടെ ഫ്ലാറ്റൻഡ് ആയിരിക്കും ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ്. ഈ രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് -1ഉം +1ഉം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ് ടു, അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ >1 വാല്യൂ ആണ്, ഇവിടെയും >1 വാല്യൂ ആണ്. ഈ >1 വാല്യൂവിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ എപ്പോഴും വളരെ സ്ലോലി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്വയർ എക്സ് റേസ് ടു 4 വളരെ സ്ലോലി ഇൻക്രീസ് ചെയ്യും വെൻ കമ്പയർഡ് വിത്ത് എക്സ് സ്ക്വയർ. പക്ഷേ 1നേക്കാൾ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 2 റേസ് ടു 4ൻ്റെ വാല്യൂയും 2 സ്ക്വയറിൻ്റെ വാല്യൂയും തമ്മിൽ ഈ വ്യത്യാസമുണ്ട്. അതായത് ഈ +1 കഴിഞ്ഞാൽ അല്ലെങ്കിൽ -1 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്ററായിട്ട് ഇൻക്രീസ് ചെയ്യുക നമ്മുടെ എക്സ് റേസ് ടു 4 ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ അതായിരിക്കും. അപ്പോൾ ഈ ഡൊമിനേറ്റ് ചെയ്യുന്ന ഏതാണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ സമ്മല്ല, നമുക്ക് വേണ്ടുന്നത് നമ്മൾ നേരത്തെ വരച്ച അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഈ എക്സ് സ്ക്വയർ അല്ല നമുക്ക് വേണ്ടുന്നത് -12 എക്സ് സ്ക്വയർ ആണ്. ആ -12 മൈനസ് ഒരു ഫംഗ്ഷനെ -f(x) എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി എക്സ് ആക്സിസ് റിഫ്ലക്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ഈ ആക്സിന് അബൌട്ടായിട്ട് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി എക്സ് റേസ് ടു 4 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എക്സ് റേസ് ടു 4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതുപോലെയല്ല, കുറച്ചുകൂടെ ഫ്ലാറ്റൻഡ് ആയിരിക്കും, ഇവിടെ സ്ലോലി ഇൻക്രീസ് ചെയ്യും. പക്ഷേ ആഫ്റ്റർ ദിസ് +1 ആൻഡ് -1 there will be a sharp increase. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ് റേസ് ടു 4 ആൻഡ് ഇതാണ് എൻ്റെ -x² ഓർ ½ x². ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സമ്മാണ് എനിക്ക് വേണ്ടുന്നത്. ഈ രണ്ടെണ്ണം കൂടി സം ചെയ്ത് കിട്ടുന്ന എന്തോ അതാണ് എൻ്റെ വി ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് മൈ ഫൈനൽ വി ഓഫ് എക്സ് കർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. അപ്പം സെൻറ്റർ പോയിന്റിൽ വരുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും 0 ആണ്. എക്സ് റേസ് ടു 4 ആയാലും x² ആയാലും ഈ പോയിന്റിൽ 0 ആയിരിക്കും. സോ എനിക്ക് ആ പോയിന്റ് അതേപോലെ നിലനിർത്താം. ഇനി റൈറ്റിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കാം. അതായത് ഞാൻ സം ചെയ്യേണ്ടത് ഈ വാല്യൂവും ഈ വാല്യൂവും കൂടാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ പോയിന്റിൽ നോക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് x² ആണ് നെഗറ്റീവ് ഡയറക്ഷനിൽ ഫാസ്റ്ററായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം പോസിറ്റീവിൽ കിടക്കുന്നത് അപ് ടു ദിസ് 1 വാല്യൂ. സോ ഇവിടെയാണെന്ന് വിചാരിക്കുക +1 ആൻഡ് -1. ഇവിടെ എക്സ് റേസ് ടു 4 വളരെ സ്ലോലി ആയിരിക്കും. അതായത് ഇവിടുത്തെ നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഇവിടുത്തെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഈ പോസിറ്റീവ് വാല്യൂവിനേക്കാൾ കൂടുതൽ. സംതിങ് ഇപ്പോൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കാം, സം -0.2 +0.2 തമ്മിൽ ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും. അതായത് പോസിറ്റീവ് വാല്യൂ വളരെ ചെറുതും നെഗറ്റീവ് വാല്യൂ വളരെ കൂടുതലുമായിരിക്കും ഈ റീജിയനിൽ വരുന്ന സമയത്ത്. അതുകൊണ്ട് ഗ്രാഫിൻ്റെ ഓവറോൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് സം ചെയ്യുമ്പോൾ ഇത് താഴേക്ക് തന്നെ നിൽക്കുള്ളൂ. അതായത് ഇവിടെ നിന്ന് താഴേക്കേ വരുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് തന്നെ സംഭവിക്കാം. ഇതിൻ്റെ വാല്യൂ ഇവിടെ വളരെ ഫാസ്റ്ററായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് കൂടും. പക്ഷേ നമ്മൾ ഏതാണ്ട് ഈ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് 1 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പിന്നീട് അങ്ങനെ ഒരു മിനിമം എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ എ പർട്ടിക്കുലർ പോയിന്റ് എന്ത് സംഭവിക്കും? ആ പർട്ടിക്കുലർ പോയിന്റ് എന്ന് വെച്ചാൽ +1ഉം -1ഉം അല്ല, ആ പർട്ടിക്കുലർ പോയിൻ്റൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ജസ്റ്റ് അടുത്ത് പറയാം.
ഇത് വരച്ചതിന് ശേഷം പറയാം. അപ്പം ഈ പോയിന്റിൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ 1 കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നതിൻ്റെ ഇൻക്രീസ് സ്ലോവർ ആയിരിക്കും. പക്ഷേ x⁴ വളരെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം സപ്പോസ് 2 എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്ക് നോക്കാം. x = 2ൽ x⁴ വാല്യൂ 2⁴ ആണ്, ദാറ്റ് ഈസ് 16 ആണ്. ആൻഡ് ദിസ് ഈസ് ദ വാല്യൂ ഓഫ് x⁴ ആൻഡ് x² വാല്യൂ എന്ന് പറയുന്നത് 2² ആണ്. സോ ദാറ്റ് ഈസ് 4. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇത് നമുക്ക് നെഗറ്റീവാണ്, -4ഉം ഇത് +4ഉമാണ്. ഓക്കെ, ഇത് -x² ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ -4 + 16 എന്ന് പറയുന്നത് +12 എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂയിലേക്ക് പോകും. അതായത് ഇതിൻ്റെ സോൾ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവിലേക്കായിരിക്കും. അതായത് ഇത് സംഭവിക്കുക ഒരു മൈനസിൽ വന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു പോകും. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു പർട്ടിക്കുലർ റീജിയൺ വരെ ഡൊമിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂ, അതിനുശേഷം നമ്മുടെ x⁴ ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഡൊമിനേറ്റിംഗ് ആദ്യം ഇത് x² ഡൊമിനേഷനാണ് ഈ കാണിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് x⁴ ഡൊമിനേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഇൻക്രീസ് കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ കർവ് എന്ന് പറയുന്നത്. അപ്പം ഓവറോൾ കർവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സം f(x) തന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇത് സം f(x) ആണ്. സോ നമുക്കിതിൻ്റെ f'(x) കണ്ടുപിടിച്ച് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാക്സിമ ആൻഡ് മിനിമ പോയിന്റ്സ് ഏതൊക്കെയാണ് അതിൻ്റെ എക്സ്ട്രീമംസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ് ഇക്വേറ്റ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസിൽ നിന്ന് ഈ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ പോയിന്റ്സ് ഇനി എക്സാക്ട്ലി മിനിമം ആണോ മാക്സിമം ആണോ എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഈ പർട്ടിക്കുലർ പോയിന്റ്സ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള രീതിയിൽ ഈ പോയിന്റ്സ് എക്സാക്ട്ലി വേണ്ടുന്ന കേസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മെൻഷൻ നമുക്ക്. പക്ഷേ ഈ കേസിൽ അങ്ങനെ പോയിന്റ്സ് എക്സാക്ട്ലി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത്രയും മതി. ഈ v(x)ൻ്റെ ഫോം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നേരത്തെ ചെയ്ത അതേ അപ്രോച്ചിൽ നമുക്കിതിൻ്റെ ഫേസ് ട്രജക്ടറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, f(x) ഒന്നുകൂടെ കുറച്ചൊന്ന് വലുതായിട്ട് വരയ്ക്കാം. Okay, this is v(x), this is x, and we need a corresponding px and x. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എനർജി ചൂസ് ചെയ്യുന്നു. ദെൻ ആ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കുക. ഇത്രയായിരിക്കും നമ്മൾ ചെയ്യുക. നമുക്ക് ആദ്യം ഒരു ലെസ് ദാൻ പല എനർജീസ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ എനർജി ഞാൻ എടുക്കുകയാണ്. ഇത് സിമെട്രിക്കലാണ്, ഫിഗറിൽ അങ്ങനെ അല്ലെങ്കിലും. സോ സം E1 എന്ന് പറയുന്നത് <0 ആയിട്ടുള്ള എനർജി എടുത്തു. ഈ <0 ആയിട്ടുള്ള എനർജിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഈ ലെവലിന് മുകളിൽ, അതായത് ഇവിടെ ഈ ലെവലിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. സേ സം A1 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ A1 എന്ന പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. ഈ ലെഫ്റ്റിലേക്കുള്ള റീജിയനിലുള്ള പ്രത്യേകത എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയേക്കാൾ കൂടുതലാണ്. സോ ടോട്ടൽ എനർജി ഈ വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്താവണം? നെഗറ്റീവ് ആണ്. അപ്പം കൈനറ്റിക് എനർജി എന്താവില്ല? A1 to -∞ റീജിയണിൽ അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. സോ A1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇങ്ങോട്ടുള്ള ഈ റീജിയൺ എന്ന് പറയുന്നത് ഇൻആക്സസിബിൾ ആയിരിക്കും ഫോർ ദിസ് പാർട്ടിക്കിൾ. അതേപോലെ ഈ റീജിയൺ നോക്കാം. ഇനി A1, A2, A3, A4 ഇതിൻ്റെ എല്ലാം എക്സ് വാല്യൂസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതായത് ഈ റീജിയൺ, ഇതിന് ഇങ്ങോട്ടുള്ള റീജിയൺ ആക്സസിബിൾ അല്ല. ഇനി ഇവിടെ നോക്കാം, A1നും A2നും ഇടയ്ക്കുള്ള റീജിയൺ നോക്കുക. ഈ റീജിയണിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ടോട്ടൽ എനർജിയേക്കാൾ കുറവാണ് പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കൈനറ്റിക് എനർജി ഒരു പോസിറ്റീവ് ടൈമാണ്. അപ്പം E1ലേക്ക് എത്തും. ദാറ്റ് മീൻസ് ഈ റീജിയൺ എന്ന് പറയുന്നത് ആക്സസിബിൾ ആണ്. അപ്പം മോഷൻ നടക്കുന്നത് ഇവിടെയും ദെൻ ഇവിടെയും. അതായത് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എവിടെയാണോ ടോട്ടൽ എനർജിയേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് അവിടെ ഒന്നും നമുക്ക് ആ റീജിയൺ എന്തായിരിക്കില്ല, ഓബ്ജക്റ്റിന് ആക്സസിബിൾ ആയിരിക്കില്ല. അതിൻ്റെ റീസൺ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇതിനിടയിൽ ഈ റീജിയണിലും മാത്രമേ എന്ത് നടക്കുള്ളൂ, മോഷൻ നടക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം. അത്
മൈ ഇ. ഓക്കെ, അപ്പം നമ്മൾ ഈ E1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് വരയ്ക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ പോയിൻ്റ് A1, ഇതാണ് എൻ്റെ അടുത്ത പോയിൻ്റ്, ഇതടുത്ത പോയിൻ്റ്, ഇതടുത്ത പോയിൻ്റ്. അപ്പോൾ ഈ ഓരോ പോയിൻറ്റും എനിക്ക് എക്സാക്ട്ലി ഇവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് A1, A2, ദെൻ A3, A4, A1, A2, A3, A4, A1, A2, A3, A4. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, അങ്ങനെ റെസ്റ്റിലിരിക്കുകയാണ്, ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ കൈനറ്റിക് എനർജി കൂടുമോ കുറയുമോ, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഇതൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു A1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും. അപ്പോൾ ഇവിടെ ഇതിന് ഇത്രയും പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്, കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഞാൻ ഇതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് ഇവിടുന്ന് താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് താഴേക്ക് വരിക മീൻസ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ ടു മേക്ക് ദ ടോട്ടൽ എനർജി കോൺസ്റ്റൻറ്റ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഈ മിനിമം വരെ എന്താണ് സംഭവിക്കുന്നത്, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഏത് ഡയറക്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും. A1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, A2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. A2 അല്ല, ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ഇത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാണ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ദ മൊമെൻറ്റം ഈസ് ഇൻക്രീസിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും, ഇവിടെ വരുമ്പോൾ ഇതിന് കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജിയാണ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമമായി. ഇനി അത്രയും കൈനറ്റിക് എനർജി കൊണ്ട് അത് തിരിച്ച് ഈ ലെവൽ വരെ ഇതിന് റൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇവിടം വരെ വരും. ഇവിടെ വരുന്ന സമയത്ത് ഈ പോയിന്റിൽ തിരിച്ചെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ A2 എത്തുന്ന സമയത്ത് വീണ്ടും എന്ത് സംഭവിക്കും, ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആവും. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് E1 ഈക്വൽ ആവും. അപ്പോൾ അത്രയാണ് ഇവിടെ സംഭവിക്കുക. അപ്പം ഈ മൂവ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഇവിടം വരെ ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ സംഭവിക്കുന്നത് കൈനറ്റിക് എനർജി കൂടുകയും പിന്നെ കൈനറ്റിക് എനർജി കുറയുകയും ചെയ്യും. പക്ഷേ ഓവറോൾ മോഷനിൽ എല്ലായിടത്തും കൈനറ്റിക് എനർജിയുടെ സൈൻ പൊട്ടൻഷ്യൽ എനർജിയുടെ മൊമെൻറ്റത്തിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കാരണം ഓവറോൾ മൂവ്മെൻറ്റ് A1 നിന്ന് A2 ദാറ്റ് മീൻസ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ നിന്ന് A1 നിന്ന് A2 പോകേണ്ടത്. ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് അതാണ്, അത് നമ്മുടെ ആരോ ഇടാൻ സഹായിക്കും. ഇനി മൊമെൻറ്റം എന്ന് പറയുന്നത് എനിക്ക് A1 നിന്ന് A2 പോകാമെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, മൊമെൻറ്റം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ ആവാം, കാരണം ഇവിടെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യാണ് ദെൻ ഡിക്രീസ് ചെയ്യണം. പക്ഷേ ദിസ് ഈസ് അലോങ് ദ നെഗറ്റീവ്, ഓർ ഇവിടെ മൊമെൻറ്റം എന്താണ്, നെഗറ്റീവാണ്. പക്ഷേ എനിക്കറിയാം ഈ കേസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഓവറോൾ മൂവ്മെൻറ്റ്, അതുകൊണ്ട് ഇതിൻ്റെ മൊമെൻറ്റം ഇങ്ങനെ ആയേ മതിയാവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. ഷേപ്പ് നമുക്ക് നോക്കാം. ദെൻ ഇനി എന്ത് സംഭവിക്കും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടോട്ടൽ കംപ്ലീറ്റ് എനർജിയും പൊട്ടൻഷ്യലായിട്ട് മാറി. ആ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇരിക്കുകയാണ്, അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ മൊമെൻറ്റം 0 ആയി. ദെൻ അതിൻ്റെ കൈനറ്റിക് എനർജി വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഒരു മാക്സിമം കൈനറ്റിക് എനർജി എത്തുന്നു. അവിടുന്ന് വീണ്ടും ഡിക്രീസ് ചെയ്ത് മുകളിൽ വരെ തിരിച്ചെത്തും. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതായത് പൊട്ടൻഷ്യൽ വെല്ലിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് A2 നിന്ന് A1 മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എലോങ് ദ നെഗറ്റീവ് ആക്സിസ് ആണ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവാണ്. ഓക്കെ, ഇനി മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് സംഭവിക്കും, ഇവിടെ കൈനറ്റിക് എനർജി കൂടുകയാണ് പിന്നെ കുറയാണ്. അതായത് മൊമെൻറ്റവും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും ദെൻ ഡിക്രീസ് ചെയ്യും. പക്ഷേ അത് നെഗറ്റീവിലാണ്, അതുകൊണ്ട് അതിങ്ങനെ ആയിരിക്കണം. സോ അതിൻ്റെ ആരോ ഇങ്ങനെ വരും. സോ ഒരു ക്ലോസ്ഡ് ട്രാജക്ടറി കിട്ടി. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് പീരിയോഡിക് ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു വെല്ലിൽ കിടക്കുന്നത് ഇത് സംതിങ് ലൈക്ക് ഹാർമോണിക് ഓസിലേറ്റർ പോലെ വരും. പക്ഷേ ഇത് എക്സാക്ട്ലി ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫോമിലൊന്നും അല്ല. കാരണം ഇവിടെ x² ഇത് x⁴ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. സോ ഇത് നമ്മുടെ നേരത്തെ കണ്ട പരാബോളയൊന്നുമല്ല. പക്ഷേ എനിവേ ഇറ്റ് ഈസ് പീരിയോഡിക്. അപ്പോൾ ഇനി വേറൊരു എനർജിക്ക് ഞാൻ ഇവിടെ വരച്ചാൽ എന്ത് സംഭവിക്കും, ഐ ഗെറ്റ് അനദർ വൺ ലൈക്ക് ദിസ്, സം കൈൻഡ് ഓഫ് ആൻ എലിപ്സ്. So this is the first one, then this is the second one. In the same way നമുക്ക് ഇവിടെയും ആലോചിക്കാം. ഇവിടെ നോക്കുക, ഈ പോയിന്റിൽ ഞാൻ റെസ്റ്റിലിരിക്കുന്നു. ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരും, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും ദെൻ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. അതായത് മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും ദെൻ ഡിക്രീസ് ചെയ്യും. ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് ആ പോർഷൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ഇങ്ങനെയാണ്, ദെൻ തിരിച്ച് ഇങ്ങനെ. സോ ഇങ്ങനെയുള്ള കുറച്ച് കോൺസെൻട്രിക് എലിപ്സ് മോഡൽ സാധനങ്ങളായിരിക്കും അതിനുണ്ടാവാം. ഓക്കെ, ഇനി എനിക്ക്
വേറൊരു എനർജി, അപ്പം പല പല എനർജി വാല്യൂസിന് എനിക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇനി ഞാൻ വേറൊരു എനർജി വാല്യൂ വരയ്ക്കുന്നത് ഫോർ എ പോസിറ്റീവ് എനർജി നമുക്ക് നോക്കാം. സം E1. ഈ E1-ൽ എന്താ സംഭവിക്കുക നോക്കാം. E1-ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ E1-ൽ ഈ റീജിയൻ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഇൻ ബിറ്റ്വീൻ റീജിയൻ മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ. കാരണം എന്താണ്, ഇതിന് ലെഫ്റ്റിലേക്ക്, അതായത് ഈ പോയിന്റിന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയേക്കാൾ കൂടുതലാണ്. സോ അത് പോസിബിൾ അല്ല, കാരണം കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് ആവാൻ പറ്റില്ല. അതേ സംഭവം ഇവിടെ സംഭവിക്കും. അതുകൊണ്ട് ഇതിന് ലെഫ്റ്റിലേക്കും ഈ പോയിന്റിന് റൈറ്റിലേക്കും, ഓക്കെ, ഇതിന് റൈറ്റിലേക്കും ഇതിന് ലെഫ്റ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ഓർ ഇറ്റ് ഈസ് ഇൻആക്സസിബിൾ. അതുകൊണ്ട് നമ്മുടെ ഫേസ് പോർട്രേറ്റിൽ അത്രയും ഭാഗങ്ങൾ വരില്ല. ഓക്കെ, ഇനി എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്, ഒരു ഹൈ പൊട്ടൻഷ്യൽ എനർജി, E1 പൊട്ടൻഷ്യൽ എനർജി. ആ E1 പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഇത് താഴേക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ താഴേക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതെന്തായി മാറാണ്, ഇത് കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി. ഇനി ആ മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി യൂസ് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യും, ഈ ഹില്ല് ക്രോൾ ചെയ്ത് കയറാൻ തുടങ്ങും. അപ്പോൾ ഇത് ക്രോൾ ചെയ്ത് കയറാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്തും ഒരു അഡീഷണൽ കൈനറ്റിക് എനർജി ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അത് ഓവർകം ചെയ്ത് വീണ്ടും ഇവിടെ വരും, ദെൻ ഇവിടെ വരും, ദെൻ ആ ഇപ്പോഴും കൈനറ്റിക് എനർജി ഇത്രയും കൂടെ അധികമുണ്ട്. ആ കൈനറ്റിക് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യും. വീണ്ടും കൈനറ്റിക് എനർജി കൂടി ഒരു വലിയ വാല്യൂവിലേക്ക് എത്തുന്നു, ഒരു മാക്സിമം വാല്യൂവിൽ എത്തുന്നു. ആ മാക്സിമം വാല്യൂവിൽ നിന്ന് വീണ്ടും ഇത് മുകളിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൈനറ്റിക് എനർജി വീണ്ടും പൊട്ടൻഷ്യൽ എനർജിയായി ടോട്ടൽ എനർജിയിലേക്ക് എത്തുമ്പോഴത്തേന് കൈനറ്റിക് എനർജി 0. അപ്പോൾ ഞാൻ ഓവറോൾ ഇതിൻ്റെ മൊമെൻറ്റം ചേഞ്ചും അതേപോലെ പറയാം. അപ്പം കൈനറ്റിക് എനർജി സംഭവിക്കുന്നത് ഇൻക്രീസിങ്, ദെൻ ഡിക്രീസിങ്, അഗെയിൻ ഇൻക്രീസിങ്, ദെൻ ഡിക്രീസിങ് ടു 0. എന്ന് വെച്ചാൽ മൊമെൻറ്റം 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പറയുന്നത്, മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആവുന്നു, ദെൻ സം ഇൻ ബിറ്റ്വീൻ വാല്യൂയിലേക്ക് വീണ്ടും കുറയുന്നു, ദെൻ വീണ്ടും ഇവിടെ കിട്ടിയ അതേ മാക്സിമം വാല്യൂയിലേക്ക് കൂടുന്നു, ദെൻ കുറഞ്ഞ് 0-ലേക്ക് തിരിച്ചെത്തും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായി. ഏതാണ്ട് ഈ ഗ്രാഫിൻ്റെ അതേ ഒരു നേച്ചറിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഗ്രാഫ് പോലെ തന്നെയാണെന്ന് മാറുന്നത്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എനിവേ, ഇനി ഓവറോൾ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടം വരെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്. പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന്, അപ്പം ഒരു ഓക്കെ, ഒന്ന് രണ്ട് കാര്യം കൂടെ അതിനെ ശ്രദ്ധിക്കണം. ഞാൻ രണ്ട് രീതിയിൽ തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം മൊമെൻറ്റം 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പോസിറ്റീവാണ് എല്ലാം, കാരണം ഇത് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഇതൊരു മാക്സിമം വാല്യൂവിൽ എത്തുന്നു. ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ ഇതായിരിക്കും. അതായത് ഇതാണല്ലോ ഇതിൻ്റെ ഈ സെൻറ്റർ പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുമ്പോൾ മാക്സിമത്തിലെത്തും. ദെൻ ഇത് എന്ത് സംഭവിക്കും, ഒരു മിനിമത്തിലെത്തും. ഈ ഒരു ലോക്കലി ഒരു മിനിമത്തിലെത്തും. ഓക്കെ, ദെൻ വീണ്ടും ഇൻക്രീസ് ചെയ്യും, ദെൻ ഇറ്റ് ഡിക്രീസസ് ടു 0. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ കേസിൽ ഈ x=0 എന്ന് പറയുന്നത് അതാണല്ലോ ഈ പോയിന്റ്, ഒറിജിനിലെത്തുന്ന സമയത്തും ഇതിനൊരു കൈനറ്റിക് എനർജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കൈനറ്റിക് എനർജി 0 ആവുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് പറ്റില്ല, ഈ സാധനത്തിന് ഒരിക്കലും ഈ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് എ കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അവിടെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി ഇതേ സാധനം വീണ്ടും തിരിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് എൻഡ് ചെയ്യും. സോ വി ഗോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഇനി വേണമെങ്കിൽ വേറൊരു എനർജിക്ക് ഇത് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും, അപ്പോൾ ഇതും ക്ലോസ്ഡ് ട്രജക്ടറി ആണ്. ദാറ്റ് മീൻസ് ഇത് അഗെയിൻ ഇത് പീരിയോഡിക് ആണ്. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് ഇതും കൂടെ നോക്കാം. അതായത് E=0 ഫിഗർ ഒന്ന് മായ്ച്ചിട്ട് ഒന്നുകൂടെ വരയ്ക്കാം. x. ഓക്കെ, അപ്പം ഇനി E=0 വരയ്ക്കുകയാണ്.
സോ ഈക്വൽ ടു സീറോയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെ, നമുക്ക് നോട്ട് ചെയ്യാവുന്ന സാധനം, ഈ പോയിന്റിൽ വരുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആവും. കാരണം ടോട്ടൽ എനർജി എന്ന് പറയുന്ന ഈ ലെവലിൽ തന്നെയാണ്. അതായത് ഇവിടെ തിരിച്ചെത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആവും. ഇപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ് ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, ഇതിവിടെ മീറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു കർവായിരിക്കും ഉണ്ടാവുക. ഇത് ഈ ഈക്വൽ ടു 0യിൽ മാത്രമേ ഇതിവിടെ വരുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വരില്ല. ഓക്കെ, ആൻഡ് ഈ പോയിന്റിനെ ആക്ച്വലി എനിക്ക് വീണ്ടും നേരത്തെ നമ്മൾ ഇൻവെർട്ടഡ് പാരാബോളയുടെ കേസിൽ പറഞ്ഞ പോലെ ഈ പോയിന്റിനെ മാത്രമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേബിൾ പോയിന്റ് ആയിട്ട് എടുക്കാം. ഇതൊരു സ്റ്റേബിൾ പോയിന്റ് ആണ്. അപ്പം ഈ പോയിന്റിൽ ഇത് മാത്രം ഒരു ട്രജക്ടറി ആയിട്ട് മാറും. സോ എനിക്ക് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ട്രജക്ടറി വരയ്ക്കാൻ പറ്റും. അതേപോലെ ഈ പോയിന്റും സ്റ്റേബിൾ പോയിന്റ് ആണ്. അത് എക്സാക്ട്ലി ഇവിടെ വരും, അത് ഓരോ ട്രജക്ടറി ആണ്. സോ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് phase portrait of this function v of x is equal to minus half x square plus x raised to 4